ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് കോഡക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നും അതുപോലെ തന്നെ എന്താണ് ഡൊമൈൻ എന്നും സംസാരിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. മെയിൻലി നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ലൈക്ക് ഗോഡാഡി, നെയിംചീപ്പ്, ബ്ലൂ ഹോസ്റ്റ്, അതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ പറയുന്ന വെബ്സൈറ്റുകളിലെല്ലാം ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന രീതി ഒരുപോലെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഈ എല്ലാ വെബ്സൈറ്റിലും കയറി എങ്ങനെയാണ് ഇതിനകത്ത് സർവീസസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് മറ്റ് വെബ്സൈറ്റുകളെല്ലാം ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യുന്നതിന് പ്രത്യേകം പ്ലാനുകളുണ്ട്. നമുക്കിവിടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരു വെബ്സൈറ്റ് ബിൽഡിംഗ് സൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതിനായി നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് ഇൻഫിനിറ്റി ഫ്രീ എന്ന വെബ്സൈറ്റാണ്. ഇൻഫിനിറ്റി ഫ്രീ ആക്സസ് ചെയ്യാനായി ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ ഇൻഫിനിറ്റി ഫ്രീ എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ സൈൻ അപ്പ് കൊടുത്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാകും. അത് വെരിഫൈ ചെയ്യുക. ഇനി ലോഗിൻ ആയതിനു ശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഹോസ്റ്റിംഗ് പ്ലാൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഓരോ പ്ലാനിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഓരോ സെക്ഷനിലും നൽകിയിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിവിടെ ഒരു ഫ്രീ പ്ലാനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷനായ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതൊരു ഫ്രീ വെബ്സൈറ്റ് ആയതുകൊണ്ട് നമുക്കിതിനകത്ത് ഒരുപാട് ആഡ്സും കാര്യങ്ങളും കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തതായി നമുക്ക് ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് നെയിം ഇവിടെ സബ് ഡൊമൈൻ എന്നുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഡൊമൈൻ എക്സ്റ്റൻഷനാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഡൊമൈൻ എക്സ്റ്റൻഷൻസായി ഒരുപാട് എക്സ്റ്റൻഷൻസ് കാണാൻ സാധിക്കും. ഇതൊരു ഫ്രീ വെബ്സൈറ്റ് ആയതിനാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എക്സ്റ്റൻഷൻസായ .com, .in പോലുള്ള എക്സ്റ്റൻഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. സോ നമുക്ക് തൽക്കാലം ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എക്സ്റ്റൻഷനായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡൊമൈൻ എക്സ്റ്റൻഷനായിട്ട് free.nf എന്ന എക്സ്റ്റൻഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡൊമൈൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ അക്കൗണ്ട് ലേബൽ, യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ വരുന്ന യൂസർ നെയിം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്ന ഒന്നാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയ ഈ ഒരു പാസ്വേഡ് റിമൂവ് ആക്കി നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഇമെയിൽ കൺസെൻറ്റിൽ ഐ അപ്രൂവ് ആയിട്ട് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാവുന്നതാണ്. ഇത് ക്രിയേറ്റ് ആയി വരുന്നത് തന്നെ ഈ പേജിൽ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും റിഫ്രഷോ ബാക്കോ അടിച്ച് പോകരുത്. ഇനി വരുന്ന ഓവർവ്യൂ സെക്ഷനിൽ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെയായിട്ട് യൂസർ നെയിം, പാസ്വേഡും കാണാൻ സാധിക്കും. നമുക്ക് ഇതിന് ശേഷമുള്ള ലോഗിന് വേണ്ടിയിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡും എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. സോ നമ്മളിതിൽ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേർഡ്പ്രസ് CMS ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ് വേർഡ്പ്രസ്? എന്താണ് CMS? CMS എന്നാൽ കോഡിംഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലെ കണ്ടൻസ് എഡിറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റും അതുപോലെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പവുമായ ഒരു CMS ആണ് വേർഡ്പ്രസ്. ഇനി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെക്ഷനിൽ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. ഈ കൺട്രോൾ പാനൽ തന്നെ ചില വെബ്സൈറ്റുകളിൽ C പാനൽ എന്നറിയപ്പെടും. നെക്സ്റ്റ് വരുന്ന നോട്ടീസ് പേജിൽ ഐ അപ്രൂവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കൺട്രോൾ പാനലിൻ്റെ പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സോഫ്റ്റാക്കുലസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മറ്റ് ഏതെങ്കിലും വെബ്സൈറ്റ് ബിൽഡിംഗ് സൈറ്റാണ് യൂസ് ചെയ്തതെങ്കിൽ പോലും ഈ സോഫ്റ്റാക്കുലസ് ആപ്പ് ഇൻസ്റ്റാളറിലാണ് വേർഡ്പ്രസ് അതുപോലുള്ള CMSകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന പേജിൽ വേർഡ്പ്രസ് പോലുള്ള ഒരുപാട് CMS സോഫ്റ്റ്വെയർസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ വേണ്ടത് വേർഡ്പ്രസ് CMS ആണ്. സോ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ ആയി വരുന്ന പേജിൽ
നമുക്ക് ഏത് പേജിലാണ് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ആക്കേണ്ടതെന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ വെബ്സൈറ്റ് തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ HTTP ആയിരിക്കും ഓട്ടോമാറ്റിക്കലി കിടക്കുക. അത് മാറ്റി HTTPS എന്ന് മാറ്റി സെലക്ട് ചെയ്യുക. HTTP അതുപോലെ തന്നെ HTTPS എന്ന് പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റിലെ ഡാറ്റാസിൻ്റെ ഒരു ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ്. HTTPS എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർഡ് എന്നാണ്. നമുക്ക് HTTP ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ ആ വെബ്സൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓരോ ഡാറ്റേഴ്സും പ്ലെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ സെക്യൂർഡ് ആയിരിക്കില്ല. HTTPS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് ഡാറ്റ ട്രാൻസ്ഫർ ആയാൽ പോലും അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കൊരു ഹെവി വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു HTTPS ആക്കിയെടുക്കാനായിട്ട് SSL സർട്ടിഫിക്കറ്റ് പോലുള്ള ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഫ്രീ വെബ്സൈറ്റ് ആണെങ്കിൽ പോലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മാറ്റി സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വേർഡ് പ്രസ്സിൻ്റെ വേർഷൻ കാണാൻ സാധിക്കും. അത് ലേറ്റസ്റ്റ് വേർഷൻ തന്നെയല്ലേ എന്ന് ഒന്ന് കൺഫേം ചെയ്യുക. നെക്സ്റ്റ്, സൈറ്റ് സെറ്റിങ്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈറ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അഡ്മിൻ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കാരണം നിങ്ങൾക്ക് വെബ്സൈറ്റ് കസ്റ്റമൈസേഷനായിട്ട് വേർഡ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാനായിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വളരെ പ്രോപ്പറായി തന്നെ ടൈപ്പ് ചെയ്യുക. ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അഡ്മിൻ മെയിൽ ID കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ തന്നെ മെയിൽ അല്ലേ എന്ന് കൺഫേം ചെയ്യുക. ഇതിന് താഴെ ലാംഗ്വേജ് ഓപ്ഷൻ എന്നുള്ളിടത്ത് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് തന്നെ കിടപ്പുണ്ടാവും. ഇനി അഥവാ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഇനി ഇതിനു താഴെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തീമിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ് വിസിബിൾ ആവുക. ഞാനിവിടെ തീംസ് ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആണ് കൊടുക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി. ഇവിടെ നമുക്ക് വെബ്സൈറ്റ് URL-ഉം അഡ്മിനിസ്ട്രേറ്റീവ് URL-ഉം കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് URL ആയിരിക്കും വേർഡ് പ്രസ് ലോഗിൻ ചെയ്യാനുള്ള നിങ്ങളുടെ URL. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ പേജിൻ്റെ URL കോപ്പി ചെയ്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്താൽ നമ്മളുടെ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. ഈ ഓപ്പണായി വരുന്ന പേജാണ് നമ്മളുടെ വെബ്സൈറ്റ്. നിലവിൽ നമ്മളിതിൽ തീംസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ട് പേജ് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി ഈ പേജ് കസ്റ്റമൈസ് ചെയ്യാനായി നമുക്ക് വേർഡ് പ്രസ് ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് URL യൂസ് ചെയ്ത് നമുക്ക് വേർഡ് പ്രസ് ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിലവിലുള്ള വെബ്സൈറ്റിൻ്റെ URL-ന് ശേഷം /wp-admin എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് വേർഡ് പ്രസ് ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന പേജിൽ നമ്മൾ മുന്ന് സേവ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലോഗിനായി വരുന്നതുമായിരിക്കും. ഇപ്പോൾ ഓപ്പണായി വരുന്ന പേജാണ് നമ്മുടെ വേർഡ് പ്രസ് ഡാഷ്ബോർഡ്. ഇനി ഈ വേർഡ് പ്രസ് ഡാഷ്ബോർഡ് യൂസ് ചെയ്താണ് നമ്മളുടെ പേജിലേക്കുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഈ വേർഡ് പ്രസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ വെബ്സൈറ്റ് കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ ഇൻഫിനിറ്റി ഫ്രീ അല്ലാതെ നിങ്ങൾ മറ്റൊരു പെയ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ബിൽഡിംഗ് സൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചെയ്യുന്ന സ്റ്റെപ്പുകളെല്ലാം സെയിം ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ബിൽഡിംഗ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹോസ്റ്റിംഗറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗോഡാഡിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.